അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരന് ആദരാഞ്ജലികൾ എന്ന രീതിയിൽ വലതുപക്ഷവാദികളുടെ വലിയൊരു പ്രതികരണം നമുക്ക് സോഷ്യൽ മീഡിയ അടക്കം കാണാൻ കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവരൊക്കെ VS-നെ കുറിച്ച് പണ്ട് പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലുണ്ടാകും. അന്ന് ആക്ഷേപിച്ചവരാണ് ഇപ്പോൾ അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരന് ആദരാഞ്ജലികൾ എന്ന വാദവുമായി ഇറങ്ങിയിരിക്കുന്നത്. ഈ മണ്ണിനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. നിങ്ങൾ കുറച്ചു സമയം മുമ്പ് കണ്ടില്ലേ, VS അച്ചാച്ചനെ കാണാനെത്തുകയാണെന്ന് പറഞ്ഞൊരു കുഞ്ഞയിലെ കടന്നു പോകുന്നത്? അതുപോലെ എത്രയോ മനുഷ്യർ കടന്നു പോകുന്നത്. ഈ തലമുറയിൽപ്പെട്ട മനുഷ്യർ VS-നെ ഓർത്തെടുക്കുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ? ആ മനുഷ്യരുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് VS അവസാന കമ്മ്യൂണിസ്റ്റ് ആയിരുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ണടച്ചാൽ നിങ്ങൾക്ക് ചുറ്റും മാത്രമാണ് ഇരുട്ടുണ്ടാവുക. ഈ നാട്ടിൽ മുഴുവൻ ഇരുട്ടാണ് എന്ന് കരുതരുത്. ഈ നാട്ടിൽ ഈ പ്രസ്ഥാനം വേരൂന്നിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളിതാ ഇന്ന് VS-നെ കാണാനെത്തുന്ന ഈ പ്രായഭേദമന്യുള്ള മനുഷ്യരിലേക്കൊന്ന് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും VS അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നോ എന്ന്. നിങ്ങൾ എല്ലാ കാലവും ഇത് തന്നെയല്ലേ പറയാറുള്ളത്? എത്രയോ വട്ടങ്ങളിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്നു. EMS മുഖ്യമന്ത്രിയായിരുന്ന കാലം തൊട്ട് നിങ്ങൾ പറയുന്നതല്ലേ ഇത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണെന്ന്? അതിനുശേഷം EMS കഴിഞ്ഞു, പിന്നീട് നയനാർ വന്നപ്പോഴും നിങ്ങൾ പറഞ്ഞു ഇത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണെന്ന്. അതിനുശേഷം VS വന്നപ്പോഴും നിങ്ങൾ പറഞ്ഞു ഇത് അവസാനത്തെ മുഖ്യമന്ത്രിയാണെന്ന്. ഇപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ നിങ്ങൾ പറഞ്ഞു ഇത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണെന്ന്. അങ്ങനെ എത്ര കാലമായി ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു? നിങ്ങൾക്ക് മടുക്കില്ലെങ്കിലും ഈ നാടിന് മടുത്തു തുടങ്ങിയിരിക്കുന്നു. ഇതൊക്കെ തിരിച്ചറിയാനുള്ള ബോധ്യവും ഇത് തിരിച്ചറിയാനുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസവും ഈ പാർട്ടിയും ഈ പ്രസ്ഥാനവും VS-നെ പോലുള്ള നേതാക്കൾ ഈ മണ്ണിന് നൽകിയിട്ടുണ്ട് എന്ന ധാരണ തെല്ലെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ പോലുള്ളവർ ഈ വാചകം പറയില്ലായിരുന്നു. VS അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് അല്ല, VS എക്കാലത്തെയും കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഈ മനുഷ്യന് പിന്തുണയേകാൻ, ഈ മനുഷ്യൻ ഉയർത്തിയ മുദ്രാവാക്യം ഈ മണ്ണിൽ ഉയർത്തിപ്പിടിക്കാൻ, ആ മനുഷ്യൻ ഉയർത്തിയ ചെങ്കൊടി ഒരിഞ്ചു പോലും താഴാതെ ഉയർത്തിപ്പിടിക്കാൻ ആയിരങ്ങൾ പതിനായിരങ്ങൾ ഇന്ന് ഈ നാട്ടിലുണ്ട് എന്ന് വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രിയ സഖാവിനെ ഞങ്ങൾ ഓർത്തെടുക്കുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് മടങ്ങിപ്പോവുകയാണ്. കാരണം കമ്മ്യൂണിസ്റ്റുകാരുടെ ജീവിതം എന്നും മനുഷ്യരുടെ ഇടയിലാണെന്നേ. മനുഷ്യരുടെ ഇടയിലാണ് അവർ സ്വന്തം പാർട്ടി കെട്ടിപ്പടുത്തതും സ്വന്തം പ്രസ്ഥാനത്തെ ഇങ്ങനെ വളർത്തിയെടുത്തതും. അത് പണിയെടുത്തുണ്ടാക്കിയതാണ്. അത് ഈ സോഷ്യൽ മീഡിയയിൽ കയറിയിരുന്ന് ഒന്നോ രണ്ടോ പോസ്റ്റിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. അവരൊക്കെ ചരിത്രം വായിക്കണം, ഒന്ന് തിരിഞ്ഞു നോക്കണം. 1930കളിലേക്കും 40കളിലേക്കും അന്ന് ഈ നാട്ടിലെ മനുഷ്യർ അനുഭവിച്ചിരുന്ന വേദനകളിലേക്കും അവരുടെ ചാരത്ത് VS-നെ പോലുള്ള നേതാക്കൾ ഓടിയെത്തിയ കാലഘട്ടത്തെക്കുറിച്ചും എത്രയോ വട്ടങ്ങൾ നമ്മളത് പറഞ്ഞു പോയിരിക്കുന്നു. നിന്നെ പോലുള്ളവർ പള്ളിക്കൂടത്തിൽ പോകുന്നത് എന്തിനാണ്? മജിസ്ട്രേറ്റ് ആകാനാണോ എന്ന് ചോദിച്ച് പരിഹസിച്ച മേൽജാതിക്കാരുടെ മക്കളുടെ മുൻപിലേക്കാണ് പിന്നീട് കാലങ്ങൾക്കപ്പുറം ഈ നാടിന്റെ ഒന്നാമത്തെ മനുഷ്യനായി മുഖ്യമന്ത്രിയായി VS അച്യുതാനന്ദൻ വന്നിറങ്ങിയതും എന്നതും നമ്മൾ ഓർക്കണം. അത് ഈ പാർട്ടിയുടെ കരുത്തുകൊണ്ട് കൂടിയാണ് എന്നതും ഓർത്താൽ ഈ പറയുന്ന ഈ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് വാദികളുണ്ടല്ലോ അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും.